ശ്രീജിത്ത് പണിക്കർ, ഇവിടെ പി വി അൻവർ എന്ന നേതാവ് CPM-ന്റെ ഒരു കടന്നൽ കൂട്ടത്തെ നയിച്ചിരുന്നയാളാണ്. അങ്ങനെ എതിരാളികൾക്കെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഒരു സമയത്ത്. മാത്രമല്ല, ഒട്ടേറെ രാഷ്ട്രീയ വെല്ലുവിളികൾ അദ്ദേഹം നടത്തിയിരുന്നു. എതിരാളികളെ ജയിലിലാക്കും. ഉദാഹരണത്തിന് മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്കറിയക്കെതിരെ അദ്ദേഹം ഉന്നയിച്ച വലിയ വെല്ലുവിളികളൊക്കെ ഇവിടെ പൊതുസമൂഹമേറെ ചർച്ച ചെയ്തതും കൗതുകത്തോടെ നോക്കിയതുമാണ്. ഇപ്പോൾ പക്ഷേ അതേ കടന്നൽ കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ അൻവറിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ട ഗതികേടും ഉണ്ടായിരിക്കുകയാണ്. ഇത് ചിലർ പറയുന്നുണ്ട് അൻവറിന്റെ എന്തോ രാഷ്ട്രീയ വിജയമായി മാറും, അൻവർ ശക്തമായിട്ട് തിരിച്ചു വരുവാനുള്ള ഒരവസരമാണ് ഈ ഒരു അറസ്റ്റിലൂടെ വന്നിരിക്കുന്നത് എന്ന്. പക്ഷെ അങ്ങനെയാണോ കാര്യങ്ങൾ? ഇനി അങ്ങോട്ട് കേസുകളുടെ ഒരു പരമ്പര തന്നെ ആയിരിക്കില്ലേ അൻവറിനെതിരെ ഉണ്ടാവുക? അദ്ദേഹത്തിന്റെ ഭൂതകാലവും അത്ര നല്ലതല്ലല്ലോ. ഒട്ടേറെ കേസുകൾ ഉണ്ടാകുവാനുള്ള അവസരം അൻവർ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് പരമാവധി മുതലെടുക്കുവാനായിരിക്കില്ലേ മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ശ്രമിക്കുക? ശ്രീ മഞ്ജുഷ്, ഇവിടെ നമുക്കറിയാം ശ്രീ അൻവർ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ പി ശശിയെ വിമർശിക്കുന്നത് വരെ ഓക്കെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ യാതൊരു വിധത്തിലുള്ള ആക്ഷനും തന്റെ പരാതികളുടെ പുറത്ത് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ തനിക്ക് ബോധ്യമുള്ള നിലയ്ക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായപ്പോൾ അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നേരിട്ട് വിമർശിക്കാനായിട്ട് ആരംഭിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പതനം തുടങ്ങിയത് അവിടെ നിന്നാണ്. കാരണം CPM-ന്റെ അണികളുടെ ഇടയിൽ പോലും നമുക്കറിയാം ഇപ്പോൾ കുറേയധികം സമ്മേളനങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ പോലും പാർട്ടിയുടെ നേതൃത്വം എടുക്കുന്ന, ഗവൺമെന്റ് എടുക്കുന്ന പല നിലപാടുകളോടും പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളും പല ഘടകങ്ങളിലും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ആണെങ്കിലും ഏരിയ കമ്മിറ്റി ആണെങ്കിലും ഒക്കെ തന്നെ അവിടെ ഉയർന്നു വരുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ശ്രീ അൻവർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്ന പല ആരോപണങ്ങളും അത് പ്രതിപക്ഷം പറയുന്നത് തന്നെ ആവണമെന്നില്ല. ഭരണപക്ഷത്തിനോടൊപ്പം തന്നെ നിന്നിരുന്ന സ്വതന്ത്രനെങ്കിലും MLA ആയിരുന്ന ശ്രീ അൻവർ പറഞ്ഞിരുന്ന പല കാര്യങ്ങൾക്കും CPM-ന്റെ അണികളുടെ ഇടയിൽ തന്നെ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെയുള്ള വിമർശനങ്ങൾ, അത് പാർട്ടിയെ, ഗവൺമെന്റിനെ നയിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമായിട്ടുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ചില തെറ്റായ സമീപനങ്ങളുണ്ട് എന്ന വിമർശനം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് CPM-ൽ നിന്നുള്ള അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ തന്നെ പിന്തുണ കിട്ടുന്നതിനുള്ള ഒരു കാരണം പോലും അതായിരുന്നു. പക്ഷെ അത് ഏതൊരു ഘട്ടത്തിലായിരുന്നോ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ തിരിഞ്ഞത്, ആ ഘട്ടം മുതൽ അദ്ദേഹം പാർട്ടി പ്രവർത്തകർക്ക് ഒക്കെ തന്നെ അനഭിമതനായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരുപക്ഷെ ശ്രീ അൻവർ ആദ്യം വിചാരിച്ചിട്ടുണ്ടാവുക തനിക്ക് വലിയ രീതിയിലത്തേക്കുള്ള ജനപിന്തുണ കിട്ടുന്നുണ്ട്, അത് എല്ലാ കാലവും ഉണ്ടാകുമെന്നും താനൊരു പുതിയ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ തനിക്കൊരു പൊളിറ്റിക്കൽ ക്ലൗട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നും ഒരുപക്ഷെ മറ്റുള്ള പാർട്ടികളിൽ പ്രത്യേകിച്ച് UDF-ലേക്ക് ചേക്കേറാൻ അത് തന്നെ സഹായിക്കുമെന്നും ഒക്കെ അദ്ദേഹം കരുതിയിട്ടുമുണ്ടാകാം. പക്ഷെ അതെല്ലാം തന്നെ ഒന്നൊന്നായി പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന PV അൻവർ ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റു പാർട്ടികളുമായി, ഓരോ പാർട്ടികളുമായി പ്രപ്പോസൽ നൽകുന്നു, അവരുടെ അടുത്ത് ചർച്ച നടത്തുന്നു, ആ രീതിയിലത്തേക്കാണ്. എന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അസ്തിത്വം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു പാളയത്തിൽ ഒരു ഗോഡ് ഫാദർ തനിക്ക് ഉണ്ടായേ പറ്റൂ എന്നുള്ള നിശ്ചയത്താൽ അദ്ദേഹം ചേക്കേറാനായിട്ട് ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ UDF-ലേക്ക് ചേക്കേറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ വളരെ കരുതലോടെയാണ് UDF നേതൃത്വം ഇതിനെ കാണുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ് കാണുന്നത്. അവിടെ ചില നേതാക്കൾക്കൊക്കെ അഭിപ്രായമുണ്ട് അൻവറിനെ സ്വാഗതം ചെയ്യണമെന്ന്. പക്ഷേ VD സതീശിനെ പോലെയുള്ള നേതാക്കൾ അങ്ങനെയല്ല. ഒരു കാര്യം കൂടി ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ അൻവർ അകത്തായത് ഇപ്പോൾ സർക്കാരിന് കിട്ടിയ ഒരു പിടിവള്ളി പോലെയുള്ള കാര്യമാണ്. അതായത് കാത്തിരിക്കുകയായിരുന്നു അൻവറിനെ അകത്താക്കുവാൻ, അത് അൻവർ തന്നെ ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെയാണല്ലോ, ഒരു ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചു എന്നുള്ളതാണ് അവിടെ. പക്ഷേ അദ്ദേഹത്തിന് ഒരു ജനകീയ വിഷയത്തെ മുൻനിർത്തിയാണ് സമരം നയിച്ചത് എന്നൊക്കെ പറയാം. പക്ഷേ ഇനി അങ്ങോട്ട് അൻവറിനെതിരെ വരാൻ പോകുന്ന കേസുകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുമല്ലോ. അതിൽ പലതും ഇതേ പാർട്ടിയുടെയും CPM-ന്റെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും പിന്തുണയോടുകൂടി ഇതുവരെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ, അത് അതേ കൈകൾ കൊണ്ട് തിരിച്ചടി നേരിടുന്ന ഒന്ന് അതല്ലേ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്? പ്രതികാരദാഹം ഇക്കാര്യത്തിൽ പി ശശിക്ക് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും. അത് അൻവർ അനുഭവിക്കേണ്ടിയും വരും. ഒരു കടലാസ് പാർട്ടി മാത്രമേ ഉള്ളൂവല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ പിന്തുണ എന്ന് പറയുവാനായിട്ട്. നിശ്ചയമായും. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം എവിടെ വെച്ചിട്ടാണോ അദ്ദേഹത്തിന്റെ ആ ഒരു പരിധി കടന്നത്, അതിനുശേഷം പിന്നീട് ഇതൊരു ഈഗോ ക്ലാഷായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവറിനെതിരെ ഇപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു കേസിൽ ഒരുപക്ഷെ ജാമ്യവും മറ്റുള്ള കാര്യങ്ങളുമായി പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ മറ്റ് കേസുകൾ വരാം. അദ്ദേഹത്തിന്റെ വിവിധ സംരംഭങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പല നടപടികളും പെൻഡിംഗ് ആണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിവിടെ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഏതൊരു വിഷയത്തിലാണോ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആ വിഷയം ഇവിടെ ഇമ്മെറ്റീരിയൽ ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു ജനപക്ഷ വിഷയമാണ് എന്നൊക്കെ പറയാമെങ്കിലും അദ്ദേഹത്തിന് അതിൻ്റെ
ആനുപാതികമായിട്ടുള്ള ഒരു പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ വീട് വളഞ്ഞിട്ട് രാഷ്ട്രീയ സമരം നടത്തിയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ട് നേതാക്കന്മാർ ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിൽ തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്, മറ്റൊന്ന് ഇപ്പൊ BJP-യോടൊപ്പമുള്ള ശ്രീ PC ജോർജാണ്. ഈ രണ്ട് ആൾക്കാരെയും അവരുടെ ഒരാളിൻ്റെത് രാഷ്ട്രീയ സമരത്തിന്റെ പേരിലായിരുന്നു, മറ്റൊരാളിൻ്റെത് ഒരു പ്രസ്താവനയുടെ പേരിലായിരുന്നു. ആ സമയത്ത് കേരളത്തിന്റെ പൊതുസമൂഹം മൊത്തത്തിൽ പറഞ്ഞത് ഇത് വളരെ എക്സസീവായിട്ടുള്ള പോലീസിന്റെ അമിതാധികാര പ്രയോഗമാണ്, ഈ രീതിയിലത്തേക്ക് പെരുമാറേണ്ടുന്ന കാര്യമില്ല, കാരണം ഇവർ രണ്ടുപേരും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരാണ്, അവരൊന്നും തന്നെ ഇവിടെ നിന്ന് മുങ്ങുന്ന ആൾക്കാരല്ല എന്നുള്ള വാദങ്ങളെല്ലാം അന്നേ പറഞ്ഞതാണ്. അപ്പോൾ എന്നിട്ടും ഇങ്ങനെ ഉള്ള രീതിയിലത്തേക്കുള്ള ഒരു ആനുപാതികമല്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനാണെങ്കിലും ഒരു പരിധിവരെ ശ്രീ PC ജോർജിനാണെങ്കിലും ആൾക്കാരുടെ പിന്തുണ കിട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരോട് ചെയ്തിരിക്കുന്ന കാര്യം, അവർ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ്. പക്ഷെ അൻവറിന് പൊതുസമൂഹം ആ രീതിയിലത്തേക്കുള്ള ഒരു ഇളവ് നൽകുമോ എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമുണ്ട്. കാരണം ഈ സർക്കാരിന്റെ ഇതേ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി താൻ എടുത്തിരിക്കുന്ന തീരുമാനം തന്നെയാണ് ശരി എന്ന രീതിയിൽ മറ്റുള്ള ആൾക്കാർക്ക് ചെസ് നമ്പർ ഇട്ടുകൊണ്ട് അവരെ വെല്ലുവിളിച്ച് അവരെ എല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, നിങ്ങളുടെ സ്ഥാപനം ഞാൻ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വെല്ലുവിളി നടത്തിയിരുന്ന ഒരാളാണ്. അതായത് ഈ സംവിധാനത്തിനെ തന്നെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ദുരുപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ തന്റെ പേഴ്സണൽ വൈരാഗ്യം തീർക്കാനായി ശ്രമിച്ച ഒരാൾ എന്നുള്ള ഒരു ഇംപ്രഷനാണ് പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഇന്ന് അദ്ദേഹം അതേ സംവിധാനത്തിന്റെ ഇരയായി മാറുമ്പോൾ ഏതൊരു വിഷയത്തിന് വേണ്ടിയിട്ടാണോ അദ്ദേഹം സമരം നയിച്ചത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സമരമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഇമ്മെറ്റീരിയലായി മാറുകയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഉപമ മാത്രമേ ഒരുപക്ഷെ ഇപ്പോൾ അൻവറിന്റെ അവസ്ഥയ്ക്ക് ചേരുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് പൊതുവെ കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നതൊക്കെ കുറവായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഉള്ള ഒരേ ഒരു കാര്യം, ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് UDF-ൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ശ്രീ VD സതീശന്റെ നിലപാട് എന്താണ് എന്ന് നമുക്കറിയാം. പക്ഷെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് ശ്രീ K സുധാകരൻ, ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് പോലെ രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലത്തേക്കുള്ള മാർഗം പിന്തുടരേണ്ടതുണ്ടോ എന്ന രീതിയിൽ, അൻവർ ഇവിടെ നിന്ന് ഓടിപ്പോകാൻ പോകുന്നില്ലല്ലോ തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ. അപ്പൊ അദ്ദേഹം ഇവിടെ ദീർഘകാലം നമ്മുടെ കേരളത്തിൽ സഭ കൂടുന്ന സമയത്ത് പോലും ഇല്ലായിരുന്നു എന്ന കാര്യമൊക്കെ തന്നെ നമുക്കറിയാം. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ പറയുന്ന ഒരു സോഫ്റ്റ് കോർണർ ഒരുപക്ഷെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇനി അത് ഏതെങ്കിലും രീതിയിൽ അൻവറിന് ഗുണമായെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴുമുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പാർട്ടി അദ്ദേഹത്തിനെ ഒപ്പം കൂട്ടാനായിട്ട് തയ്യാറായാൽ അദ്ദേഹം ഇതുവരെ ചെയ്തിരുന്ന പല കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതിന്റെ ഒരു എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി അവർക്കും കിട്ടും. ശരിയാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് കരുതലോടെ ഇക്കാര്യത്തിൽ പ്രതികരിച്ച് കണ്ടത്. VT ബൽറാമിനെ പോലുള്ള നേതാക്കൾ പക്ഷേ പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധിക്കെതിരായുള്ള അധിക്ഷേപം, അതുപോലെ തന്നെ VD സതീശനെതിരായുള്ള അഴിമതി ആരോപണം, പിന്നെ ചേലക്കര ഇലക്ഷൻ സമയത്ത് നടത്തിയ ചില ജാതീയമായ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ ജാതീയമായ പരാമർശങ്ങൾ, ഇതെല്ലാം പിൻവലിച്ച് സ്വയം തിരുത്തണം എന്നുള്ളതാണ്. പിന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ പൊടിക്ക് കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു അൻവറിനോട് രാഷ്ട്രീയമായി സഹകരിക്കുന്നതിൽ UDF-ന് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് VT ബൽറാം പറയുന്നുണ്ട്. പക്ഷേ അവിടെയും ഒരു കരുതലുണ്ട്.